ആദ്യത്തേത് ആലപ്പുഴ ബീച്ചാണ്. ആലപ്പുഴ നഗരത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ആലപ്പുഴ ബീച്ച്. നഗരത്തിലെ പടിഞ്ഞാറ് ഭാഗത്താണ് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിവൽ, സാൻഡ് ആർട്ട് ഫെസ്റ്റിവൽ തുടങ്ങിയ നിരവധി പരിപാടികൾ ഇവിടെ നടത്താറുണ്ട്. പ്രശസ്തമായ ആലപ്പുഴ കടൽപ്പാലവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ആലപ്പുഴ തുറമുഖത്ത് കപ്പൽ അടുത്തുകൊണ്ടിരുന്ന കാലത്ത് ചരക്കുകൾ കയറ്റിറക്ക് നടത്തിക്കൊണ്ടിരുന്നത് ഇതുവഴിയായിരുന്നു. ബീച്ചിലെ മറ്റൊരാകർഷണമാണ് ഈ യുദ്ധക്കപ്പൽ. ഇന്ത്യൻ നാവികസേന ഡീകമ്മീഷൻ ചെയ്ത ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് T-81 എന്ന യുദ്ധക്കപ്പലാണിത്. ആലപ്പുഴ ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ കീഴിൽ ഇന്ത്യൻ നാവികസേന തുറമുഖ മ്യൂസിയത്തിന് അനുവദിച്ചതാണ് ഡീകമ്മീഷൻ ചെയ്ത ഈ കപ്പൽ. ആലപ്പുഴ ടൗണിൽ നിന്നും 2.8 കിലോമീറ്റർ മാത്രമാണ് ബീച്ചിലേക്കുള്ള ദൂരം. അടുത്തത് വിജയ് പാർക്കാണ്. ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് വിജയ് ബീച്ച് പാർക്ക്. കുട്ടികൾക്കായി തയ്യാറാക്കിയ ഒരു പിക്നിക് സ്ഥലമാണിത്. ബോട്ടിംഗ്, ടോയ് ട്രെയിൻ, സൈക്കിൾ സഫാരി എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയുമാണ് എൻട്രി ഫീസ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് സന്ദർശന സമയം. അടുത്തത് സീ വ്യൂ പാർക്കാണ്. ആലപ്പുഴ ബീച്ചിന് തൊട്ടു ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു പാർക്കാണിത്. ബോട്ടിംഗ്, കയാക്കിംഗ്, സിപ്പ് ലൈൻ തുടങ്ങി കുറേ റൈഡുകൾ പാർക്കിലുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെയാണെങ്കിൽ 20 രൂപയാണ് എൻട്രി ഫീസ്. ശനിയും ഞായറും 30 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ്. ഓരോ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനും സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. രാവിലെ 9 മണിക്ക് തുടങ്ങി രാത്രി 9 മണി വരെയാണ് പാർക്കുള്ളത്. അടുത്തത് ആലപ്പുഴ ലൈറ്റ് ഹൗസ് ആണ്. ആലപ്പുഴ ടൗണിൽ നിന്നും 2.8 കിലോമീറ്ററും ആലപ്പുഴ ബീച്ചിൽ നിന്നാണെങ്കിൽ 270 മീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. 1862 ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത്. ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ഫീസ്. ഫോണിലോ ക്യാമറയിലോ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ 10 കൂടി എക്സ്ട്രാ കൊടുക്കണം. 28 മീറ്റർ അതായത് 92 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസിന് തേക്ക് സർപ്പിളമായ ഗോവണിയുണ്ട്. ഇതിലൂടെയാണ് മുകളിലേക്ക് പോകുന്നത്. തിങ്കളാഴ്ച ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ലൈറ്റ് ഹൗസിൽ പ്രവേശിക്കാം. രാവിലെ 9 മണി മുതൽ 11:45 വരെയും പിന്നീട് ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:30 വരെയുമാണ് സന്ദർശന സമയം. കൂടാതെ ഇതിന്റെ അകത്ത് ചെറിയൊരു മ്യൂസിയവും ഉണ്ട്. സെപ്പറേറ്റ് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, ഈ ടിക്കറ്റിൽ തന്നെ ഇതും സന്ദർശിക്കാവുന്നതാണ്. പഴയകാല ലൈറ്റ് ഹൗസിലെ വിളക്കുകളുമൊക്കെയാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് മിസ്സാക്കരുത്. അടുത്തത് ഹൗസ് ബോട്ടുകളും ഷിക്കാര ബോട്ടുകളുമാണ്. മണിക്കൂറിന് 800 മുതൽ തുടങ്ങുന്ന ഷിക്കാര ബോട്ടുകളും ഡിലക്സ് മുതൽ പ്രീമിയം ഹൗസ് ബോട്ടുകളിലെ റൈഡുകളും ആലപ്പുഴയിലെ ടൂറിസത്തിന്റെ മുഖമുദ്രകളിൽ ഒന്നാണ്. അടുത്തത് രവി കരുണാകരൻ മെമ്മോറിയൽ മ്യൂസിയമാണ്. ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വകാര്യ ഉടമസ്ഥതയിലുള്ള മ്യൂസിയമാണ് രവി കരുണാകരൻ മെമ്മോറിയൽ മ്യൂസിയം. കേരളത്തിലെ ആധുനിക കയർ വ്യവസായത്തിന്റെ ശില്പിയായിരുന്നു രവി കരുണാകരൻ. 2003 അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ഭാര്യ ബെറ്റി കരൺ ഈ മ്യൂസിയം നിർമ്മിച്ചു. മ്യൂസിയത്തിനുള്ളിൽ ഫോട്ടോയും വീഡിയോയും ഒന്നും അനുവദനീയമല്ല. ആലപ്പുഴ ബീച്ചിൽ നിന്നും 1.8 കിലോമീറ്ററും ടൗണിൽ നിന്നാണെങ്കിൽ 1.2 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അടുത്തത് പോർച്ചുഗീസുകാർ നിർമ്മിച്ച പൈതൃകം പേറുന്ന ക്രൈസ്തവ പുരാതന ദേവാലയമായ തുമ്പോളിപ്പള്ളിയാണ്. AD 1600 കല്ലും തടിയും ഉപയോഗിച്ചുകൊണ്ട് തുമ്പോളിപ്പള്ളി സ്ഥാപിക്കപ്പെട്ടു. അടുത്തത് തുമ്പോളി ബീച്ചാണ്. ആലപ്പുഴ ബീച്ചിൽ നിന്നും 4.2 കിലോമീറ്ററും ആലപ്പുഴ ടൗണിൽ നിന്നാണെങ്കിൽ 5.2 കിലോമീറ്ററും തുമ്പോളി പള്ളിയിൽ നിന്നും വെറും 700 മീറ്റർ മാറിയാണ് തുമ്പോളി ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇതും ആലപ്പുഴയിലെ നല്ലൊരു ബീച്ചുകളിൽ ഒന്നാണ്. അടുത്തത് വാടയ്ക്കൽ ബീച്ചാണ്. ഫോട്ടോഷൂട്ടിന് പറ്റിയ ബീച്ചും തിരക്കൊഴിഞ്ഞ ഒരു ബീച്ചും നിങ്ങൾ ആലപ്പുഴയിൽ തപ്പി നടക്കുന്നുണ്ടോ? എങ്കിൽ നേരെ വാടയ്ക്കൽ ബീച്ചിലേക്ക് വിട്ടോ. ആലപ്പുഴ ടൗണിൽ നിന്നും 5 കിലോമീറ്ററും ആലപ്പുഴ ബീച്ചിൽ നിന്നാണെങ്കിൽ 2.5 കിലോമീറ്ററുമാണ് ബീച്ചിലേക്കുള്ള ദൂരം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് അമർത്തി വെച്ചേക്കുക.